പാർട്ടിയുടെ കടുത്ത അച്ചടക്ക നടപടിക്ക് വിധേയനായി പിബിക്ക് പുറത്തായ വിഎസ് പതിവ് പരിപാടികളിലൊന്നും മാറ്റം വരുത്തിയില്ല. തോൽവിയുടെ ദുഃഖമൊന്നും വിഎസിന്റെ മുഖഭാവത്തിലും പ്രകടമായിരുന്നില്ല. സമയം രാവിലെ 6:30. പാർട്ടി നല്ല നടപ്പിന് ശിക്ഷിച്ച വിഎസ് അച്യുതാനന്ദൻ പതിവ് നടത്തം മുടക്കിയില്ല. ഇതെല്ലാം ഇരുമ്പുവേലിക്ക് പുറത്തുനിന്ന് പകർത്തുന്ന ക്യാമറകളെ കണ്ടെങ്കിലും ഒരു ഭാവഭേദവുമില്ല. തന്റെ പതിവ് ചിട്ടകളെ തെറ്റിക്കാൻ ഒരു നടപടിക്കും കഴിയില്ല എന്ന ഗൌരവത്തോടെ തന്നെ വിഎസ് അച്യുതാനന്ദൻ നടപ്പ് പൂർത്തിയാക്കി. ഇതിനിടെ മന്ത്രി എസ് ശർമ്മ അല്പനേരം വിഎസുമായി സംസാരിച്ച ശേഷം ശർമ്മ നിയമസഭയിലേക്ക്. മുഖ്യമന്ത്രി നിയമസഭയിൽ പോകുമെന്നോ പോകില്ലെന്നോ അറിയില്ല. എന്നാൽ 9 മണിയോടെ ഒന്നും സംഭവിക്കാത്ത പോലെ 1-ാം നമ്പർ കാറിൽ ചിരിച്ച മുഖവുമായി നിയമസഭയിലേക്ക്. സഭയിലെത്തിയപ്പോൾ പതിവില്ലാത്ത പോലെ എല്ലാവരുടെയും ശ്രദ്ധ വിഎസിലേക്ക് തന്നെ. മുഖ്യമന്ത്രിയുടെ കസേരയിൽ അമർന്നിരുന്നു. അടുത്തെത്തി സംസാരിച്ചത് മന്ത്രി എം വിജയകുമാർ. തുടർന്നായിരുന്നു മുഖ്യമന്ത്രിയെക്കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. നടപടിക്രമങ്ങൾ അലങ്കോലമായി സഭ തടസ്സപ്പെട്ടപ്പോഴും ഒന്നും മിണ്ടാതെ കരുതലോടെയിരുന്നു. സഭ പിരിഞ്ഞ ശേഷം കൂടിയ നിയമസഭയുടെ കാര്യോപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷനായി പങ്കെടുത്തു. ഒന്നും സംഭവിക്കാത്ത പോലെ പിന്നീട് ക്ലിഫ് ഹൌസിലേക്ക്. കാണാനുള്ളവർക്ക് ക്ലിഫ് ഹൌസിലേക്ക് വരാം. ഇന്ന് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്കില്ല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.